ഓൺ ചെയ്യും. ആദ്യം അയ്യോ ഈ ഇവിടുത്തെ ഫുട്ബോളിന്റെ ഇവരിങ്ങനെ ആന്തം ചൊല്ലുമ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മുടെ ജനഗണമനോദിയും കൂടെ കേൾക്കാൻ പറ്റിയാലോ. ഹലോ ഗായ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? കണ്ടോ, ഈ രണ്ട് സാധനം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഒന്ന് സ്പൈസി ആണോ അല്ല, ഒന്ന് സ്പൈസി ആണ്, ഒന്ന് സ്പൈസി അല്ല. നമുക്ക് നോക്കിയിട്ട് വരാം. അവിടെ നിന്ന് കൊണസ്റ്റ് എന്താണ്ട് പറഞ്ഞോണ്ടിരിക്കരുത് കേട്ടോ. നമുക്കിത് കുക്ക് ചെയ്ത് നോക്കാം. ഇത് കുക്ക് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഇത് കുക്ക് ചെയ്യുന്നതിന് ഒരു ചിന്തവും വേണ്ട. നമുക്ക് നോക്കാം. അത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ലതുകൊണ്ട് ഇല്ല. ഇതും ഇച്ചിരി ചില്ലി ഫ്ലേക്സും. ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് അതിൻ്റെതായ കണക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ആഡ് ചെയ്യാം. ഇങ്ങോട്ട് വെക്കട്ടെ. വെച്ചാൽ കാണാൻ പറ്റും. എടാ, ഇത് താക്കാൻ എന്താടാ ചെയ്യണ്ടേ? എടാ ഇതിങ്ങനെ താക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ ചെയ്ത് ഇത് ഇങ്ങനെ താക്കാൻ വല്ല വഴിയുണ്ടോ? അല്ലല്ല, ഇങ്ങനെ ഇത് മാത്രം ഇങ്ങനെ ആണോ? അങ്ങനെ വരും? ഓ, അങ്ങനൊക്കെ സംഭവം ഉണ്ടല്ലേ. അതിനായി ആദ്യം നമുക്കൊരു പാൻ വേണം. ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നമ്മളിങ്ങനെ ഓൺ ചെയ്യണം. മോന്ത കത്തിപ്പോയി. നമുക്ക് ആദ്യം അയ്യോ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. എനിക്ക് ഈ സാധനം ഒന്നും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അയ്യോ, ഞാൻ ഒരുമാതിരി ഗുഹയെന്ന് ഇങ്ങനെ എത്തി നോക്കുന്നതാണെ കൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് കാണും. അപ്പൊ വന്നോ? ഇതോട്ടെ, ഈ സാധനമാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. എന്ത്? ഒലിവ് ഓയില്. ഒലിവ് ഓയില് നമുക്ക് ഇച്ചിരി പഠിച്ചോണ്ട് വേണ്ട, ഇത്ര ഇങ്ങനെ ഒഴിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ അടച്ചിട്ട് മൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളി മതി കേട്ടോ. ഒരു 4 അല്ലി എടുത്തിട്ടുണ്ടായിരുന്നു. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതാ പൊട്ടി ആഘോഷങ്ങളും ഒക്കെ നോക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ കുക്കിങ്ങിന്റെ ഭാഗമാണ്. ഇതങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ പോയതെല്ലാം തപ്പി എന്താ നമുക്ക് അറിയാവുന്നത് കുറച്ച് അതിന്റെ കാര്യം തീരുമാനം മുഴുവനും തെറിച്ച് കഴിച്ച് ഇങ്ങനൊന്നും അല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇതെന്തോ ഇങ്ങനെ ആയിപ്പോയെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇത്ര കഴിച്ചിട്ട് നമുക്ക് നമ്മളെ സേവനം വേണം. സേവനം പറയില്ല. അപ്പൊ വേണം പൊട്ടിച്ചിടണം. നമുക്ക് പൊട്ടിച്ചിടണ്ട. ബാക്കി വരുന്നത് ഈ ബുൾഡോഗിന്റെ കഥയിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എനിക്ക് കുക്കിംഗ് ഒക്കെ നന്നായിട്ട് അറിയാൻ ഗൈസ്, സത്യമായിട്ട്. നാടനാണ് എനിക്ക് കൂടുതലായിട്ടും അറിയുന്നത്. നാടൻ വിഭവങ്ങളെല്ലാം ഞാൻ നല്ലതായിട്ട് ഉണ്ടാക്കും. തുടങ്ങിയോടാ? തുടങ്ങി ഗൈസ്. 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് മുന്നേ തുടങ്ങിയേച്ച്. നമുക്കിങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. പൊട്ടിച്ച് കൊടുത്ത് ആ വെള്ളത്തിനകത്ത് കിടന്ന് ഇത് വേവട്ടെ. സ്പ്രിംഗ് അനിയൻ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അതും ഇട്ടാൽ ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് ഇല്ല. എനിക്ക് നേരത്തെ ഞാൻ ഉള്ളി ഇവിടെ കുത്തി വെച്ചിട്ട് സ്പ്രിംഗ് അനിയൻ എനിക്ക് ഉണ്ടായിരുന്നു, ഫ്രഷ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം
അത് സ്പ്രിംഗ് ഒനിയൻ എടുത്ത് എന്തോ പറയണ്ടേ, അപ്പുറത്തൊരു ആടിനെ കൊണ്ടുവന്നായിരുന്നേ. ആ ആട് അത് വന്ന് തിന്ന്. പിന്നെ അതുങ്ങൾക്ക് അറിയത്തില്ലല്ലോ സ്പ്രിംഗ് ഒനിയൻ ആണ് നട്ടു വളർത്തുന്നതാണെന്നൊന്നും. ഒരെണ്ണം പോയാലും അതിട്ട് കൊടുക്കാം. എന്റെ സ്റ്റവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതാ, ഇത് ഫുള്ള് അതായിട്ടുണ്ട്, വെള്ളവും ഇതും കൂടെ. ഇതെനിക്ക് ഈ സ്റ്റവ് വൃത്തിയാക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ നല്ല സ്റ്റവ് നാട്ടിലത്തെ കണക്കത്തെ ഒന്നും അല്ല ഇത്. ഇത് നേരത്തെ നിന്ന പുള്ളിക്കാരൻ ഞങ്ങൾക്ക് തന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തു, 3000 റിയാലും കൊടുത്തു ഇവിടെയുള്ള എല്ലാ സാധനത്തിനും കൂടെ. ഇന്നലെ പൈസ എന്നറിയുന്നു. ഈ അടുക്കളയൊക്കെ എന്റെ പൊന്നെ ഒരു കോലമായിരുന്നു. ഞാനും ഇസുക്കായും പിന്നെ അപ്പുറത്തുള്ളവരും ഒക്കെ കൂടെ വന്നിട്ടാണ് ഞങ്ങളിത് ഈ ഒരു കോലത്തിലാക്കിയെടുത്തിട്ട്. നേരത്തെ താമസിച്ചവരോട് ഞാൻ എന്ന് കാണുവാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ കാട്ടിൽ വല്ലതായിരുന്നു താമസിച്ചെന്ന്. നേരത്തെ ഫോട്ടോ ഒന്നും എന്റെ ഇരിപ്പില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു നോക്കട്ടെ. ഞാൻ ഈ ഗാലറി വല്ല ഏതേലും കാണും, ഉള്ളത് ഞാൻ കാണിച്ചു തരാമേ. എന്റെ പൊന്നെ ഭയങ്കര വൃത്തികേടായിരുന്നു. എനിക്കാണ് ഈ OCD ഇച്ചിരി കൂടുതലാണ് ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് വൃത്തിക്കാൻ ഇരുത്തുന്നത്. ഈ ക്ലോറക്സ് ഒക്കെ വെച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ കഴുകുമായിരുന്നു. ഇത് കുറേ നേരമായി ഇതെന്ത് ചോറാണ്. ഇതിപ്പോ ഇത്രയുമായി. നമുക്ക് ഇനി ഈ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഈ സാധനമേ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അവിടെ എമ്പാപ്പ വന്നു. തുടങ്ങി കേട്ടോ, ആന്തമൊക്കെ തുടങ്ങി. പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഈ ഇവിടുത്തെ ഫുട്ബോളിന്റെ ഇവരിങ്ങനെ ആന്തം ചൊല്ലുമ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിക്കും, നമ്മുടെ ജനഗണമനോധിയും കൂടെ കേൾക്കാൻ പറ്റിയാണെങ്കിൽ. അതുകൊണ്ട് ഇത്രയും ആക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ അങ്ങ് അണയ്ക്കണം. സ്റ്റൗ അണച്ചതിന് ശേഷം മാത്രമേ, ചിലവരുണ്ട് ഇത് സ്റ്റൗ അണച്ചു കഴിഞ്ഞതിന് ശേഷമേ ഇതെടുത്തുള്ളൂ. എനിക്ക് ആ പച്ച മണം അങ്ങനെ നിൽക്കുന്ന ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ ഇനി ഇതാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് ഞാൻ ബ്ലാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ പൊന്നെ ഭയങ്കര എരിവാ, ഭയങ്കര കളറാ ഇതിന്. എന്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒഴിക്കണം. എന്റെ കയ്യിലുള്ള പാടൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടുന്നുണ്ടോ? ഇവിടുത്തെ 2 മക്കളെ കാരണം ഉണ്ടായ പാടുകളാണ്. രണ്ടുപേരും വാക്സിനേറ്റഡ് ആണ്. ഞാനും വാക്സിനേറ്റഡ് ആയതുകൊണ്ട് മാഫി പ്രോബ്ലം. ഞാൻ പണ്ടേ ഇങ്ങനെ പൂച്ചയും പട്ടിയൊക്കെ എടുക്കുന്നത് കാരണം ഈ ടാലന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ കമന്റ് ചെയ്യാൻ മറക്കരുതേ. കണ്ടോ, ചൂടാണെങ്കിൽ ഞാൻ ആ പാത്രത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്ന ശീലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് പോകുന്നത് ഗൈസ്, കുഴപ്പമില്ല. ഇതിനധികം എരിവില്ലാത്തൊരു സാധനമാണേ. നമുക്ക് അടുത്ത ബ്ലാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് പുകയും. മറ്റേ ചുമലയുണ്ടല്ലോ, എന്റെ പൊന്നെ ചുമല ഭയങ്കര സാധനമാ. അത് കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇസുകായിരുന്നു വെള്ളം കുടിച്ചു. ഐസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോലും മാറുന്നില്ലായിരുന്നു. ഭയങ്കര എരിവാ. പക്ഷെ എനിക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. ചില പിള്ളേരൊക്കെ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചിട്ട് പോലും എരിവാണെന്ന് പറയും. പക്ഷെ എനിക്ക് ഇത് കഴിച്ചിട്ട് ഒരു എരിവും തോന്നിയില്ല. ഞാൻ അത് കാരണം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടും. ചില്ലി ഫ്ലേക്സ് ഞാൻ ഇവിടുന്ന് മേടിച്ച ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ പൊടിക്കാൻ വരുന്നേ. ഇവിടെ എനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് കാരണം ഇത്രേ ഇടത്തുള്ളൂ. കാര്യം ഇല്ല ഉണ്ടാവും വരെ ഞാൻ മാത്രമല്ലല്ലോ കഴിക്കുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാവേ. കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒറിഗാനോ ഇടുന്നവരും ഉണ്ട്. അത് എനിക്ക് ഒറിഗാനോട് വലിയ താല്പര്യമില്ല, അത് കാരണം ഞാൻ എടുത്തില്ല. അതുകൊണ്ട് അവിടെ കളി തുടങ്ങി കഴിച്ച് 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തുടങ്ങി. അപ്പം നമ്മുടെ ഒരു നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. കൊറിയൻ ഏതാണ്, പിങ്ക്. എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തായിരുന്നു. എന്തുവാണ് ഞാൻ ഇങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാമേ. ഇതെന്റെ പാത്രം. ഇതെനിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കുണ്ടല്ലോ, ആരായിരുന്നു, സിയാദക്ക കൊണ്ട് തന്നതാണേ. സിയാദക്ക ഏത് സിയാദക്ക നല്ലയോ നിങ്ങൾ ചിന്തിക്കുന്നത്? സിയാദക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രദറെ പോലെ, ഞങ്ങളുടെ എല്ലാ ജേർണിയിലും ഞങ്ങളുടെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ്. എൻ്റെ നിക്കാഹിന്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിക്കാഹായിരുന്നു ഞങ്ങളുടെ. വേഗം തീരുമാനിച്ചതായിരുന്നു. അപ്പോഴാണ് എനിക്ക് ജോലി പോലും ഇല്ല. ഞാനാണ് പ്രൊമോഷൻ മാത്രം ചെയ്യുന്ന സമയമായിരുന്നേ. അപ്പോൾ എനിക്ക് പൈസയൊക്കെ തന്ന് സഹായിച്ചത് സിയാദക്ക.
എന്നെ ഒരു പെങ്ങളെ പോലെ പുള്ളിക്കാരന്. പക്ഷെ വഴക്കൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ആദ്യത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ എന്റെ മുഖമൊക്കെ കാണിച്ച് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഈ പണ്ടാരം ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. ഇത് അങ്ങോട്ട് തിരിക്കാനും മറിക്കാനോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സാധനം കൂടി ഉണ്ടാക്കാവേ. അതിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം മതി. നമുക്ക് വെള്ളം ആദ്യം ഒഴിച്ച് തിളപ്പിക്കണം. ഇത് ഞാൻ പൂച്ചക്കുഞ്ഞിനെ വെള്ളമാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ വെള്ളം പാലാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മളെ ബ്ലാക്കും ഉണ്ടാക്കാവേ. ഇതിനകത്തിൽ നമ്മളെ സെയിം ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ആക്കുന്നത്. അപ്പൊ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടും. അത് പോക്കണ്ടാന്ന് ഓർത്തു. എന്റെ സ്റ്റൗവിന്റെ കാലത്ത് എന്തായാലും ഒരു തീരുമാനമായിരുന്നു. ഇച്ചിരി വെളുത്തുള്ളി അതിനോട് കൊണ്ടെത്താം. എടാ ഒന്ന് ഓഫാക്കിട്ട് ഓണാക്കി നോക്ക്. അപ്പൊ വന്നു. കണ്ട അടുത്തതേ ലാത്ത്. അയ്യോ പോയി, അയ്യോ പോയെ, അയ്യോ പോയെ. ഉണ്ടായിട്ടും നമുക്കങ്ങനെ എല്ലാവരും എല്ലാം പോയി. ഇവിടെ സ്റ്റവ് എല്ലാം കേടായി. ഈ സാധനമാണ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഉമ്മാക്കും സാബറാപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പോയാടാ മറ്റേ അതിനകത്ത് എടുക്ക, ഫോണിനകത്തിലെങ്കിലും ഇടും, ഫോണിലെ ആപ്ലിക്കേഷനിലെങ്കിലും ഇടും. 11 മണിയായി, കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇത് 11 മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. നാളെ എത്ര മണിക്ക് ഇത് ഇടുമെന്നുള്ളത് എനിക്കറിയത്തില്ല. 11 മണി എന്ന് പറഞ്ഞാൽ രാത്രി 11 മണി. എന്റെ രാത്രി ഡിന്നർ ഇതാ. ഇതിനകത്തിൽ കുറച്ചും കൂടെ ഉണ്ട്. എല്ലാം പോയി guys. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ അങ്ങ് ഹാളി കിടക്കുന്നു. ആ അതിനകത്തുണ്ട്, അതിനകത്തുണ്ട്. ഞങ്ങളുടെ നിക്കാഹ് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരുപടി നല്ലൊരു കല്യാണമായത് കാരണം ഞങ്ങൾക്ക് നിക്കാഹ് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലീഗലി ഞങ്ങളുടെ ഭാര്യയും ഭർത്താവാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയണ്ടേ, ഞങ്ങളുടെ ഫംഗ്ഷൻ ഒന്നും ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല. ഫിനാൻഷ്യലി ഞങ്ങൾ ഓക്കെ അല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഫംഗ്ഷനൊക്കെ ഇൻഷാല്ലാ അടുത്ത വർഷം നടത്തും. കാര്യം നമുക്ക് എല്ലാവരും വിളിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടുകാര്, നമ്മുടെ കൂട്ടുകാര് അവരൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അവരെല്ലാവരെയും വിളിച്ച് നമ്മൾ നടത്തും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഓക്കെ ആയി വരുമെന്ന് ഞാൻ വിശ്വസിക്കും. ആയില്ലേ ഇക്ക, ശരിയായില്ലേ? ഇത് ലാസ്റ്റ് ആണോ, ഇത് ലാസ്റ്റ് ആണോ അല്ലാതെയാണോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇത്രയും നാളും ഇടുന്നെന്ന് പറഞ്ഞാല് ഇങ്ങനാണ്. ഇത് വരുന്നില്ലല്ലോ. ആ ഇത് പൊട്ടിച്ചില്ല. എന്റെ ഫോണിന് ചൂട് കൂടിയെന്ന് പറഞ്ഞ് അലേർട്ട് വന്നായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇത് ഒഴിച്ച് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമുക്ക് രണ്ട് ഇത് ഒഴിച്ച് ഞങ്ങൾക്ക് അത് ഫുൾ ഒഴിച്ചേ. അത് ഫുൾ ഒഴിച്ചത് കൊണ്ട് ഇട്ടിട്ട് ഇളക്കുക. കൺസിസ്റ്റൻസി ഇച്ചിരി ശരിയാവാനുണ്ടെന്ന് തോന്നുന്നല്ലേ.
നമുക്ക് ഇതും സെർവ് ചെയ്യാം. അതുകൊണ്ട് ഇത് സ്പൈസി, ഇത് നോൺ സ്പൈസി. ഇത് സ്പൈസി, ഇത് നോൺ സ്പൈസി. അപ്പം നമ്മൾ രണ്ടും സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിച്ചു നോക്കാം. അപ്പം ഗൈസ്, നമ്മുടെ 2 ഫുഡും റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നു. 11 മണി കഴിഞ്ഞ് വേണ്ട, നമുക്ക് കഴിക്കാൻ പോവാണേ. ശരി, എരിവുണ്ടെങ്കിലും അല്ലേ? എരിയില്ല. ഇത് പിങ്കാ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് السنة دي الكرة رجعت الفرنسية مرة أخرى. السنة التمرير بين ديمبلي وصلت إلى كيليان حتمر على الموضوع في العقلاء وصلت إلى ഇത് ഈ ബ്ലാക്ക് ആണ് അന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയത്. മറ്റേ 4 സ്പൂണ് വേണം അല്ലേ? هذيك الشباب يكون في وسط مرة أخرى محاولة الموافقة كان يصفر هدفا فائدة البوليسي هذه الإعادة مرة أخرى تدخل بهذا الشكل نعيش تجربة أكثر الصوت الأطلس حقيقة بالأمس الطريق كنا الحارمين എരിവില്ല. പ്രതീക്ഷിച്ച അത്രയൊക്കെ എരിവൊന്നുമില്ല. അയ്യേ, ഞാനത്തെ ഭയങ്കര എരിവായിരിക്കും. وصلت على الجهة اليسرى السلام من الكاتين كان يمشي تنسي دوي عيسى يغطي القاع بشكل ممتاز. عيسى الطابي رجعت الى الخلف. ياسين بونو ياسين يا بونو لا تتردد يا بونو لا تتردد يا بونو في مثل هذه الكرة ولكن خروج رائع. فكرة بأنه فعلا في هدوء، في تركيز، في كتلة، في تفاعل، في انسجام كبير. മുട്ടയുടെ മൈൻഡ് എടുക്കും. പിങ്കും ബ്ലാക്കും രണ്ടും വലിയ എരിവില്ല. ഒരു കൊച്ചൊരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട്, ഭയങ്കര എരിവാണ്. ഒന്നുമില്ല, ആ ഫുള്ളെണ്ണം എടുത്തു. അത്രയ്ക്ക് വലിയൊന്നും തോന്നില്ല. പക്ഷെ റെഡ് ഭയങ്കര എരിവാണേ, ബ്ലാക്ക് വലിയ എരിവൊന്നുമില്ല. ഗൈസ്, ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഞാൻ വിട്ടുപോയി. ഈ പിങ്ക് കൊറിയൻ നൂഡിൽസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്റെ കൂടെ ഒരു മുട്ടയും കൂടെ വേണം വെച്ച് കഴിച്ചോ, അടിപൊളി ടേസ്റ്റ്. ഇടയ്ക്ക് എന്റെ BP ഒന്ന് ഡൗൺ ആയി. ഓക്കെ, തീർന്നില്ല ഇപ്പോഴും. അടിപൊളി ടേസ്റ്റ് കേട്ടോ, പിങ്ക് സൂപ്പർ. അപ്പൊ ശരി, പേളി കടങ്ങി കടിച്ചായി. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. വേൾഡ് കപ്പ് കണ്ടിട്ട് നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ശരി, ഓക്കെ, ബൈ.